ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. നിങ്ങളിതൊക്കെ വായിച്ചു നോക്കുക, നമുക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഈ ഒരു സിറ്റുവേഷനെ ഒരു ടേബിളാക്കിയതാണല്ലോ ഇത്. നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? പല സ്ട്രാറ്റജീസ് ഉണ്ട്. S1, S2, S3. അതൊക്കെ എന്താണെന്ന് പറയുന്നത്. S1 എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് റിവല്യൂഷണറി ന്യൂ പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ന്യൂ പാക്കേജിങ് ടു റീപ്ലേസ് ദ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് അറ്റ് മച്ച് ഹയർ പ്രൈസാണ്. മോഡറേറ്റ് ചേഞ്ചസ് ഇൻ ദി കോമ്പോസിഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്, ന്യൂ പാക്കേജ്, സ്മോൾ ഇൻക്രീസ് ഇൻ പ്രൈസ്, സ്മോൾ ചേഞ്ചസ് ഇൻ പ്രൈസ്. അപ്പോൾ ഈ പ്രൈസിലെ വ്യത്യാസമാണ് ഈ S1, S2, S3 പറയുന്നത്. അത്രേ ഉള്ളൂ. S1, S2, S3. അപ്പോൾ 3 സ്ട്രാറ്റജിയാണ് നമുക്കുള്ളത്. ഓക്കെ, പ്രൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇനി അപ്പോൾ ഈ പ്രൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ നമുക്ക് ഉണ്ടാക്കാവുന്ന കോൺസിക്വൻസാണ് N1 ആവാൻ ചിലപ്പോൾ. N1 എന്ന് പറയാൻ ഹൈ ഇൻക്രീസ് ഇൻ സെയിൽസ് കൂടാം, നല്ലോണം കൂടാം. N2 എന്ന് പറഞ്ഞാൽ സെയിൽസിൽ ചേഞ്ച് ഇല്ലാതിരിക്കാം. N3 എന്ന് പറഞ്ഞാൽ സെയിൽസ് എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പേ ഓഫ് ഉള്ളത്. അപ്പോൾ ഇന്ന് കിട്ടുന്ന ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ N1 നമ്മൾ പറഞ്ഞുള്ളത് പ്രൈസ് എന്ത് ചെയ്യാണ്? ഹയർ പ്രൈസ് ആക്കാം. അപ്പോൾ ഹയർ പ്രൈസ് ആക്കിയിട്ടുണ്ടെങ്കിൽ സെയിൽസ് കൂടിയാൽ 7 ലക്ഷം എന്ത് ചെയ്യാം? ആവാം. അല്ലെങ്കിൽ നോ ചേഞ്ച് ആണെങ്കിൽ 3 ലക്ഷത്തിലെത്താം. പിന്നെ കുറയുകയാണെങ്കിൽ 1 ലക്ഷത്തിൽ എത്ര ആക്കാം? 50 ആക്കാം. അത് എക്സ്പെക്റ്റഡ് സെയിൽസാണ് നമ്മൾ. ഓക്കെ, ദാറ്റ്സ് ഓൾ. മതി. ഇനി അതിനെക്കുറിച്ച് കൂടുതലധികം ചിന്തിക്കേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ വലിയ ഡെപ്തിൽ പറയുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? കോർ ആക്ഷൻ ഓഫ് സ്വാദിസ്റ്റ് കമ്പനിയുടെ പേരാണല്ലേ, സ്വാദിസ്റ്റ്. അവർ ഒന്നാമത് പറഞ്ഞത് മാക്സിമിൻ ക്രൈറ്റീരിയയാണ്. നമുക്കറിയാം മാക്സിമിൻ എന്ന് പറഞ്ഞാൽ എന്താ? മിനിമത്തിലെ മാക്സിമം. മിനിമത്തിലെ മാക്സിമം, അതാണ് മാക്സിമം. എങ്ങനെയാണ് അത് കാണുക എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ പേ ഓഫിൽ ഇതാണ് ഫസ്റ്റ് മാക്സിമിൻ. നോക്കൂ, ഇങ്ങനെ റോ വൈസ് നോക്കാം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നു. ഇതിലേറ്റവും മാക്സിമം ഏതാ? മാക്സിമിനാണ്, സോറി. അപ്പോൾ അത് മിനിമം എടുക്കാം. മിനിമത്തിലെ മാക്സിമം, ഞാൻ പറഞ്ഞ് തെറ്റിയിട്ടുണ്ട് കേട്ടോ, സോറി. മാക്സിമിനാണ്. മാക്സിമിൻ ഇത് പറഞ്ഞാൽ മാക്സിമം ഓഫ് ഏതാണ്? മിനിമം. ഇത്ര സംഭവം. മിനിമത്തിലെ മാക്സിമം എടുക്കാനാണ് പറയുന്നത്. മിനിമം ആദ്യം എടുക്കണം. മിനിമം ഇതിലത്തെ മിനിമം ഏതാണ്? 1,50,000. അടുത്ത മിനിമം ഏതാ? 4,50,000. അടുത്ത മിനിമം ഏതാ? മിനിമം 2 ലക്ഷം. ഓക്കെ അല്ലേ? ക്ലിയർ? അയ്യോ, അതിൻ്റെ ഇടയിലുള്ള മിനിമം 0 കേട്ടോ, തെറ്റിപ്പോയി. ഓക്കെ, ഇവിടെ 0 അല്ലേ? അപ്പോൾ രണ്ടാമത്തെ റോയിൽ 0. ഓക്കെ, ഈ മിനിമത്തിലെ മാക്സിമം ഏതാ? 2 ലക്ഷം. അതിൻ്റെ മീനിങ് ഏത് സ്ട്രാറ്റജി എടുക്കാനാണ്? S3 ചൂസ് ചെയ്യാനാണ് പറയുന്നത്. സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ മിനിമം പേ ഓഫ് എടുത്ത് അവിടെ മിനിമം പേ ഓഫ് കറക്റ്റ് എഴുതിയിട്ടുണ്ടോ? ഫസ്റ്റ് മിനിമം ഇതാണ്, രണ്ടാമത്തെ മിനിമം ഇതാണ്, പിന്നെ തേർഡ് മിനിമം ഇതാണ്. ആ മിനിമത്തിലെ മാക്സിമം എന്ന് പറഞ്ഞാൽ എത്ര? 2 ലാക്കാണ്. അപ്പോൾ അത് പറയും സെലക്ട് ഏതാണ്? 2 ലാക്ക് വരുന്ന സ്ട്രാറ്റജി ഏതായിരിക്കും? S3 ആണ് അല്ലേ? ഈ ടേബിൾ നോക്കിയാൽ S3 ആണ്. അപ്പോൾ 2 ലാക്കാണ് വരുന്നത്. അപ്പോൾ ഇറ്റ് ഗ്യാരണ്ടി മിനിമം പ്രോഫിറ്റ് എത്ര രൂപ? 2 ലാക്ക് റിഗാർഡ്ലെസ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷൻ നോക്കാതെ 2 ലാക്ക് എന്ത് കിട്ടും? ഗ്യാരണ്ടി നൽകും. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യാൻ പറയുന്നതാണ് ഏത് സ്ട്രാറ്റജി? S3. അത് മതി. വിത്ത് എ പ്രോഫിറ്റ് ഓഫ് 2 ലാക്ക്. ഓക്കെ, ഇവിടെ പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞത്, സെയിൽസ് എന്നല്ല. ദ മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനി വർക്ക് ഔട്ട് ദ പേ ഓഫ് ഇൻ ടേംസ് ഓഫ് ഇയർലി നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഈച്ച് സ്റ്റേജ് ഓഫ് ദീസ് ഇവൻറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് സെയിൽസ് അല്ല കേട്ടോ, പ്രോഫിറ്റാണ്, സോറി. ഓക്കെ, യാ. ദെൻ അടുത്തേതാ പറയുന്നത്? മാക്സിമാക്സ് ആണ്. എൻ്റെ മീനിങ് എന്താ? മാക്സിമം ഓഫ് ഏതാണ്? മാക്സിമത്തിലെ ഓരോ റോയിലും എന്ത് ചെയ്യുക? മാക്സിമം എടുത്തിട്ട് അതിലത്തെ മാക്സിമമാണ്. അപ്പോൾ ഫസ്റ്റ് റോയിലെ മാക്സിമം ഏതാ? 7 ലക്ഷം. പിന്നെ രണ്ടാമത്തെ റോയിലെ മാക്സിമം എത്ര? 5 ലക്ഷം. മൂന്നാമത്തെ റോയിലെ മാക്സിമം എത്ര? 3 ലക്ഷം. ആ മാക്സിമത്തിലെ മാക്സിമം എത്രയാണ്? 7 ലക്ഷം. അപ്പോൾ ഏത് സെലക്ട് ചെയ്യണം? S2.
ഇതിവിടെ കറക്റ്റ് ഉണ്ട്. 7 ലക്ഷം, 5 ലക്ഷം, പിന്നെ ഇതാ 3 ലക്ഷം. അപ്പോൾ ഏത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്? S2 സോറി, ഏറ്റവും കൂടുതലുള്ളത് 7 ലക്ഷം ഉള്ളത് S1 ആണ് കേട്ടോ, S2 അല്ല. ഓക്കെ, 7 ലക്ഷം ഉള്ളത്, അപ്പോൾ S1 സെലക്ട് ചെയ്യാം. ഇപ്പോൾ 2 സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ലാപ്ലേസ് ആണ്. ഓക്കെ അല്ലേ? ലാപ്ലേസ് പറയുമ്പോൾ നത്തിങ്, ജസ്റ്റ് ആവറേജ് എടുത്താൽ മതി. പക്ഷേ ആവറേജ് കാണണം, ഇങ്ങനെ കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെ എടുക്കുക ആവറേജ് എന്ന് വെച്ചാൽ 7 ലക്ഷം, 3 ലക്ഷം പ്ലസ് എത്ര? കാൽക്കുലേറ്റർ എടുത്തു. 7 lakh പ്ലസ് 3 lakh പ്ലസ് 1,50,000 ഡിവൈഡ് ബൈ 3. അപ്പോൾ 3,83,330. അങ്ങനെ എല്ലാത്തിൻ്റെ എന്ത് ചെയ്യാം? ആവറേജ് ഇങ്ങനെ എടുക്കുക. ഓക്കെ അല്ലേ? ഇവിടെ ടോട്ടൽ ചെയ്തിട്ട് പിന്നെ ഡിവൈഡഡ് ബൈ നമ്പർ കൊണ്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എല്ലാത്തിനും ഡിവൈഡ് ബൈ 3 അടിച്ചാൽ ഇത് കിട്ടും, ഈ വാല്യൂ കിട്ടും. എന്നിട്ട് അതിൽ ആവറേജ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ലാപ്ലേസ് ക്രിയേറ്റ് ചെയ്യും. ഇതിലേറ്റവും കൂടുതൽ നമുക്ക് നൽകുന്നത് ഏതായിരിക്കും? ഡിസിഷൻ എന്തായിരിക്കും ഇതിലെ? സെലക്ട് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ളത് 3,83,000, അതാണ്. അപ്പോൾ ഏതാണ്? S1 ആണ്. അതിൻ്റെ കാരണം വിച്ച് ഗീവ്സ് ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് വാല്യൂ, അല്ലെങ്കിൽ പേ ഓഫ്, ആവറേജ് പേ ഓഫ്. അപ്പോൾ അതും കൂടെ എഴുതി വെക്കണം. ഇനി അടുത്തത് കുറച്ചും കൂടെ എന്താണ്, സ്റ്റാൻഡേർഡ് സാധനമാണ്. ഒന്നല്ല, ഹൗറിക്കാണ്. ഓക്കെ, ക്രൈറ്റീരിയ ആൽഫ 0.40 തന്നിട്ടുണ്ട്. അപ്പോൾ ഉറുവിക്ക് ഞാൻ നമ്മൾ ടെക്സ്റ്റിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിലൊക്കെ ചെയ്തതാണ്. എന്തായാലും നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാനൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ഇക്വേഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഒരു വിക്കിലെ ഈ മുകളിലുള്ള പേ ഓഫ് ഏതാ? പ്രോഫിറ്റാണ് അല്ലേ? ഓക്കെ, മാക്സിമൈസേഷൻ. അപ്പോൾ ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മുകളിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഏത് സിറ്റുവേഷനെന്ന് ക്ലിയറാണ്? മാക്സിമൈസേഷനാണ്. മിനിമൈസേഷനിലേക്ക് നമ്മളിപ്പോൾ പോകണ്ട. കാരണം ഈ ക്വസ്റ്റ്യനിൽ തന്ന മെട്രിക്സ് നമുക്കറിയാം പ്രോഫിറ്റാണ്. അപ്പോൾ മാക്സിമൈസേഷനാണ്, നോ ഡൗട്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മാക്സിമം വാല്യൂ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാ വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ട്രൈ. ഇതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? നിങ്ങൾ റോ വൈസ് ഏറ്റവും മാക്സിമം വാല്യൂ കാണും. ഫസ്റ്റത്തേൽ ഏറ്റവും വലിയ മാക്സിമം വാല്യൂ എത്രയാണ്? 7 ലക്ഷമാണ്. രണ്ടാമത്തേൽ 5ആണ്. പിന്നെ എത്രയാണ്? 3 ലക്ഷമാണ്. അതുകൊണ്ട് എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. കണ്ടില്ലേ? 7, 5, 3. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ? അതിൽ ഫൈൻഡ് ഔട്ട് മിനിമം വാല്യൂ കാണാം. ഓക്കെ അല്ലേ? മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിലൊക്കെ മിനിമം വാല്യൂ, ഇതിലത്തെ മിനിമം വാല്യൂ 1,50,000, 2 ലക്ഷം. 1,50,000, 2 ലക്ഷം. സിമ്പിൾ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇക്വേഷൻ, വെയ്റ്റഡ് ഔട്ട്കം, WO എന്നൊക്കെ പറയും, വെയ്റ്റഡ് ഔട്ട്കം കാണാം. ഇനി നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട്, ആൽഫ എന്നതിനെ പറയാം. ആൽഫ ഇൻറ്റു മാക്സിമം പ്ലസ് 1 മൈനസ് ആൽഫ ഇൻറ്റു മിനിമം. വളരെ സിമ്പിൾ പരിപാടിയാണ്, കാണിച്ചു തരാം. ആൽഫ ഇൻറ്റു, അപ്പോൾ ആ സ്റ്റെപ്പ്
2 ആണിത്. ഇനി സ്റ്റെപ്പ് ഏതാ? 3 ആണിത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ നമുക്കിതാ ഇക്വേഷൻ ഇവിടെ എഴുതിയേക്കാം. വെയ്റ്റഡ് ഔട്ട്കം ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു മാക്സിമം വാല്യൂ എടുക്കുക, പിന്നെ 1 മൈനസ് ആൽഫ ഇൻറ്റു ഏതാണ്? മിനിമം. സിമ്പിളാണ് മക്കളെ. ആദ്യം ആൽഫ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.40 ഇൻറ്റു ഏതാണ്? മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ എത്ര? 7 ലക്ഷം. പ്ലസ് അടുത്തത് 1 മൈനസ് ആൽഫ. അതാണ് ഇവർ ഡയറക്റ്റ് അങ്ങനെ ചെയ്തുള്ളത്. 1 മൈനസ് 0.40 പറയുമ്പോൾ എത്ര വരും? 0.60 വരുമല്ലോ. അപ്പോൾ ഇവർ ഈ കാൽക്കുലേഷൻ ഡയറക്റ്റ് ചെയ്ത് വെച്ചു. ഇൻറ്റു ഏതാണ്? മിനിമം. മിനിമം വാല്യൂ എത്ര? 1,50,000. ഇതേപോലെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ 5 ലക്ഷം ഇൻറ്റു എത്രയാണ്? അപ്പോൾ ഇവിടുത്തെ ആൽഫ ഇൻറ്റു 5 ലക്ഷം മാക്സിമം. കണ്ടോ? ആൽഫ ഇൻറ്റു മാക്സിമം 5 ലക്ഷം. അപ്പോൾ എത്ര? 0.40 ഇൻറ്റു 5 പ്ലസ് എത്രയാണ്? 1 മൈനസ് ഏതാണ്? 0.40 0.60. പിന്നെ 0 ആണ് ഇവിടുത്തെ എന്ത് വരാം? മിനിമം വാല്യൂ വരാം. നമുക്ക് മനസ്സിലാവുമല്ലോ, വളരെ സിമ്പിൾ. അപ്പോൾ 3,70,000, 2 ലക്ഷം, 2,40,000. ഇതിലേറ്റവും ഹയസ്റ്റ് ഏതാ? 3,50,000. അപ്പോൾ ഏത് സെലക്ട് ചെയ്യാണ്? S1. എന്താ എല്ലാത്തിലും ഈ ഹയസ്റ്റ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ എന്താ പറയാൻ പറ്റുമോ? ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലം. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാത്തിലും ഹയസ്റ്റ് സെലക്ട് ചെയ്യണം. ഇനിതാ 8ാമത്തെ 8D ആണ്. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്താ ഉദ്ദേശം? റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ അല്ലേ? നിങ്ങളെന്ത് ചെയ്യുക? വായിച്ച് നോക്കുക. ദാറ്റ്സ് ഓൾ.